മൂന്നാമത്തെ കട്ടനാ. നിങ്ങൾ എന്തോ നീ കിടന്ന് നോക്കുന്നത്? എടി ഇത് തൊഴിൽ വാർത്തയാ. ഇതിനകത്ത് വല്ല തൊഴിൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ പോവാന്ന് വിചാരിച്ചിരിക്കുക. നീ ഉള്ള ജോലിക്ക് പോകുന്നില്ലേ? എടി ലോഡ് വരുമ്പോ അവര് വിളിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ പണിക്ക് പോയാ എന്തോ ചെയ്യും നമ്മള്? എടി എനിക്കൊരു ഐഡിയ. CC ഇട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിയാലോ? അതാകുമ്പോ ഞാൻ വീട്ടിലും കാണുമല്ലോ. അതൊന്നും വേണ്ട. അപ്പുറത്തെ അമ്പിളിയുടെ അളിയനെ ട്രക്ക് ലൈസൻസ് എടുത്തേ ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ട്. അവനെ ചാക്കോട്ട് ഒരു വിസ ഒപ്പിക്കാൻ നോക്ക് മനുഷ്യ. എടി നീ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നേ? എടി അതിനൊക്കെ പോണെങ്കിൽ ലക്ഷങ്ങൾ പൈസ കൊടുക്കണം, അറിയാമോ നിനക്ക്? എത്ര ആയാലെന്താ, ഒരു മാസം 2-3 ലക്ഷം രൂപ കിട്ടും. ഒരു ലോൺ എടുത്തിട്ട് പോവാൻ നോക്ക് മനുഷ്യ. എടി നീ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഈ ട്രക്ക് ലൈസൻസ് ഒക്കെ കിട്ടാൻ എന്തൊരു പാടാന്നറിയാമോ നിനക്ക്? അതിലേം പറഞ്ഞല്ലോ ഒരു പാടും ഇല്ലെന്ന്. വണ്ടി ഷാർട്ടാക്കിയിട്ട് സ്റ്റിയറിംഗും പിടിച്ചിട്ട് അങ്ങ് ഇരുന്നാ മതി. ബാക്കിയെല്ലാം സെൻസസ് നോക്കിയോളും. സെൻസസാ? എടി സെൻസസ് അല്ല, സെൻസർ. എന്തുവായാലും അത് നോക്കിക്കോളും. നീ പോ 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 കേറി പോ കേറി പോ. പറഞ്ഞതാ കുറ്റമായത്. അതുലിനെ ഒന്ന് കണ്ടാലോ? പിന്നെ ഐഡിയ ഇട്ടുമായിരിക്കും. അതുല്യ, ഞാനേ കാത്തിരിക്കുവായിരുന്നു. എന്തിന്? അതിൽ നിന്ന് കാണാൻ ഞാൻ വീട്ടിൽ പോയി അന്വേഷിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ് പറമ്പിൽ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയായിരുന്നു. കൊള്ളാം കേട്ടോ, പ്രകൃതി ഭംഗി കൊള്ളാം. കുറെ നാള് ഞാൻ മരുഭൂമിയിലല്ലായിരുന്നോ? മരുഭൂമിയിലായതുകൊണ്ടേ ഇതൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റിയില്ലായിരുന്നു. അതല്ലേ, കേരളം പോലെ ഒരു നാടും പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ പഴമക്കാർ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. അത് പഴമക്കാർ പറഞ്ഞല്ലോ, സായിപ്പ് പറഞ്ഞില്ലേ? എന്താ ഒരു സായിപ്പ് പറഞ്ഞില്ലേ? സായിപ്പിൽ എന്ത് പഴമക്കാരില്ലേ? ഇല്ലേടേ ഉണ്ട്. അതാണ് ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ല, എന്നാ ഇനിയിപ്പോ തിരിച്ചു പോകുന്നത്? പ്രവാസികൾ നേരിടുന്ന ക്ലീഷേ ചോദ്യം. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. ഞാൻ നേരെ ഇനി പോകുന്ന എബ്രോഡാണ്, ഓസ്ട്രേലിയ. അല്ല, ആരും പറയുന്നത് കേട്ട് ഓസ്ട്രേലിയ ട്രക്ക് ഡ്രൈവറായിട്ട് അങ്ങോട്ട്. അതെ 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 അതെ, ട്രക്ക് ഡ്രൈവറായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ ട്രക്ക് ഡ്രൈവറിന്റെ ലൈസൻസ് കിട്ടാൻ ഒരുപാട് പാടില്ലേ? അത് നിങ്ങൾക്ക്, എന്നെ സംബന്ധിച്ചതൊന്നും പ്രശ്നമല്ല. ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ പോയപ്പോൾ ലെഫ്റ്റ് സൈഡിലാണല്ലോ ഡ്രൈവിംഗ്. പക്ഷേ ഞാൻ 15 മിനിറ്റ് ലൈസൻസ്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ 10 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. വളരെ കഴിവ് തന്നെ. വളരെ കഴിവാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, വീണ്ടും വീണ്ടും പറയണ്ടേ. അല്ല, ഇതെന്തുവാ മനസ്സിലായില്ലേ? അത്ര എനിക്കൊരു വീക്ക്നെസ് ആണ്. അപ്പൊ ലിക്കറാ? തന്നകത്തെ എന്ന് വെച്ചാ എനിക്ക് താല്പര്യമില്ല. അല്ല, ഇതിന് അടപ്പില്ലേ? അത് എനിക്ക് താല്പര്യം. അപ്പൊ ഞാൻ വീട്ടിൽ പോട്ടേന്ന്. അല്ലേ, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എന്ത്? അമ്പിളി കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ബിന്ദുവിൻ്റെ വീടുമായിട്ട് എന്നേക്കായും അടുപ്പം അമ്പിളിക്ക. ഇനി അമ്പിളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ ചന്ദ്രകാന്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ചന്ദ്രകാന്തനല്ല, ഉമാകാന്തൻ. ഉമാകാന്തൻ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് നിങ്ങളവിടെ പെണ്ണ് കാണാൻ വന്ന ആകെ കലിപ്പായത് കാരണം അവിടെ ഇനി കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു നോക്കി, അവൾ അങ്ങോട്ട് വഴങ്ങുന്നില്ല. ഇനി അഥവാ അവൾ നാളെ ഒരു കല്യാണത്തിന് തയ്യാറായാലും ശശികാന്തനെ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശശികാന്തനല്ല, ഉമാകാന്തൻ. ഒന്നാമതേ അവളുടെ സ്വഭാവം വെട്ടൊന്നും മുറി രണ്ട. ചില സമയത്ത് അവർ ആണാണെന്ന് വരെ എനിക്ക് തോന്നാറുള്ളൂ. ആണാന്നോ? അത് മെമ്പർ ഒരു ഉപമ പറഞ്ഞതാ. ഉപമയല്ല, ഉമാകാന്തൻ. എന്തോ നടക്കും ഉമാകാന്തൻ. എൻ്റെ പൊന്നമ്മ, ഞാൻ മൂലം ബിന്ദുവിനുണ്ടായ അപമാനത്തിന് എനിക്കൊരു പരിഹാരം ചെയ്യണം. എൻ്റെ പൊന്നു സുഹൃത്തെ, പരിഹാരം എന്ന് പറഞ്ഞാൽ കല്യാണം തന്നെ കഴിക്കണമെന്നുണ്ടോ? അവളുടെ വീട്ടിൽ പോയി അടുത്തൊരു മാപ്പ് പറഞ്ഞാൽ പോരെ? ബിന്ദുവിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. വീട് വെക്കാൻ വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്. 1 രൂപ എനിക്ക് സ്ത്രീധനം വേണ്ട. പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ഇതിനിപ്പോ എന്ത് മറുപടി പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റത്തില്ല എന്നുള്ളതൊഴിച്ച് എന്ത് മറുപടി വേണമെങ്കിലും എന്നോട് പറയാം. ഇനിയിപ്പോ എന്തെങ്കിലും നടക്കണമെങ്കിൽ അമ്പിളി വിചാരിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. പറ്റത്തില്ല മെമ്പറെ, ഞാൻ കൂട്ടിയെ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ഭാര്യയുടെ കാര്യമാണ്. ഭാര്യ അമ്പിളിയും ആ ശ്യാമളയും അവരും എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റുമായിരിക്കും. ഭാര്യയുടെ പേര് അമ്പിളി എന്നാന്നു? അല്ല, കുമാരി. പിന്നെ നേരത്തെ ഭാര്യയുടെ പേര് അമ്പിളി എന്നാന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയുടെ പേരാണ് അമ്പിളി.
രണ്ടുപേരുടെ പേരും അമ്പിളി തന്നു, അത് കൊള്ളാമല്ലോ. എന്തായാലും ഉറപ്പൊന്നും പറയുന്നില്ല, ഞാൻ വേണമെന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് മെമ്പർ വിളിച്ച് പറയും, അപ്പോഴത്തേനും മാത്രം ഇറങ്ങിയാൽ മതി. എങ്കിൽ നമുക്ക് എവിടെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിച്ചാലോ? എവിടെ? അത് കൊള്ളാം. ഒരു കാര്യം ചെയ്യും, അമ്പിളി സൈഡിലേക്ക് വണ്ടി ഒതുക്കുക, കാറിലേക്ക് കയറി നമുക്ക് ബാറിലേക്ക് ഇരിക്കാം. ബാറില്ല? ആ ബാറിലോട്ട് ഞാനില്ല. അതിൻ്റെ ഞാൻ കുറച്ച് ദിവസമൊക്കെ ഒന്ന് അടിയെടുത്ത് വെച്ചേക്കുക. നിങ്ങൾ കൂടും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആകുവാണെങ്കിൽ സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. വേറെന്തോന്നാ പറഞ്ഞേ? ഉമാകാന്ത്. എങ്കിൽ നമുക്ക് ബാറിലോട്ടിരിക്കാം. അയ്യോ ഞാൻ കഴിക്കത്തില്ല. ആ മെമ്പർക്ക് ഒരു കമ്പനി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ വിളിച്ചേ. ഇപ്പം അതില്ലാതല്ലേ പോയല്ലോ. നമുക്ക് കല്യാണമൊക്കെ സെറ്റാക്കാം, നമുക്ക് ശരിയാക്കാം. എന്നും ബാറിലിരിക്കാം. ആ പോട്ടെ. ഇതൊരുമാതിരി പാർട്ടി ജയിച്ചപ്പോൾ ഞാൻ തോറ്റേൻ്റെ കൂട്ടായി പോയല്ലോ. പറയണ്ട. എന്റെ പൊന്നാങ്ങളെ അനിയനോട് ജംഗ്ഷനിയുടെ ഓട്ടോയിൽ പോകുന്നുണ്ടല്ലോ. ഇച്ചിരി മുമ്പേ പോയതാ, പക്ഷെ അനിയാണെങ്കിൽ തിരിച്ചു വന്നു. അന്ന് അയാളോട് വന്നില്ല. എവിടെ പോയി? ടൗണിൽ വെച്ച് കൂട്ടുകാരെ ആരെയും കണ്ട അവരുടെ കൂടെ കാറിൽ കയറി പോയെന്ന്. എവിടെ പോയി? കുറ്റാലത്തോ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറഞ്ഞു. നാളെ വരുമായിരിക്കും. ഇനി എന്തിനാ വരുന്നത്? അവിടെ കാണാൻ പൊറുക്കാൻ പറ. ആ തുടങ്ങി. ചേട്ടന്റെ പേര് പറയുമ്പോ അങ്ങ് തുടങ്ങും. പിന്നല്ലാതെ ഇറങ്ങുമ്പോ ഇതുവരെ ഇല്ലാത്ത ഏട്ടന്മാരൊക്കെ പെട്ടെന്ന് പൊട്ടി വളച്ച് പറയാം. ഏട്ടന്മാര് വീട്ടിലില്ലാത്തോണ്ടല്ലേ വരാതിരുന്നത്. അതുകൊണ്ട് അത്ര സമയം ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്റെ പൊന്നെ, നീ അതും പറഞ്ഞോണ്ട് തുടങ്ങണ്ട. നീ പോട്ട് അത് വിട്. പാവപ്പെട്ട ഭയങ്കര സംഭവം ഉണ്ടായി. ബിന്ദുവിനെ കാണാൻ വന്നില്ല അസർബൈജാൻ. അയാളും തിരക്കി വന്നു. മെമ്പർ അതിനാ എന്നെ വിളിച്ചത്. അയാൾക്ക് ബിന്ദുവിനെ കല്യാണം കഴിച്ചു കൊടുത്തു. എന്തോ ചെയ്യാനെന്ന് പറ. ആ പെണ്ണ് ഇറക്കി വിട്ടതാന്നേ. സംഭവം അയാൾ പറയുന്നത്, അയാളന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേന് പെങ്ങളെന്തൊക്കെയോ പറഞ്ഞിട്ട് ബിന്ദുവിന്റെ കണ്ണുനീര് പൊഴിഞ്ഞില്ലേ, പിന്നെ അതിന് പരിഹാരം കൊടുക്കണോ, പരിഹാരമായിട്ട് ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ പുള്ളി തിരക്കി വന്നതിനകത്ത് അത്ര നിസ്സാരമായിട്ട് ചിരിക്കണ്ട. അയാൾക്ക് കാര്യമായിട്ട് ബിന്ദുവിനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ ഇഷ്ടം കൊണ്ട് പൈസയുണ്ട്. പെങ്ങളുമായിട്ട് ഉടക്കി ഇപ്പം ലോഡ്ജിലാണ് താമസം. പെങ്ങൾ കൂടെ ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. പെണ്ണും പിള്ളേ ആയാലും മതി. എനിക്ക് പുള്ളിയുടെ രീതികളൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ പാവപ്പഴം തോന്നിയില്ല. ജീവിക്കാൻ പിടിച്ചാണ്. വീട് വെക്കാൻ വേണ്ടി ബസ് പിടിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പൈസയുണ്ട്. അയാൾക്കെന്ന് പറഞ്ഞാൽ 40 വയസ്സിനകത്ത് കണ്ടുണ്ട്. അപ്പോൾ അയാളൊരു 30 വയസ്സിനകത്തുള്ള പെണ്ണെയാണ് നോക്കുന്നത്. അപ്പോൾ ബിന്ദുവിനെ കണ്ടു. ബിന്ദു മതി എന്ന് പറഞ്ഞു നിൽക്കുക. അതിനകത്തൊരു യഥാർത്ഥ സ്നേഹം ഞാൻ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് സാരിയായിട്ട് സംസാരിച്ച് റെഡിയാക്കി കൊടുക്കും. ആര് പറയും ബിന്ദുവിന്റെ അടുത്ത്? നീ എന്നെ കൊണ്ടൊന്നും വയ്യ. പെണ്ണിന്റെ വായിരിക്കുന്നല്ലോ. ഞാൻ കമ്പിളിയാണം പറ. ഞാനോ? നമുക്ക് ശ്യാമള ചേച്ചിയൊക്കെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ബിന്ദുവിനെ വിളിച്ചിട്ട് കാര്യം ഗൗരവമായിട്ടൊന്ന് സംസാരിക്കുക. നടന്ന് കിട്ടി അവള് രക്ഷപ്പെടും, ഉറപ്പാണ്. കാര്യം അയാൾ അത്ര കാര്യമായിട്ട് എന്നോട് സംസാരിച്ചത്. നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ കിട്ടിട്ട് അത് തന്നെ കൂടെ പറഞ്ഞു നോക്കാം. ഇത് ഓമാപ്പൊടി. ഞാൻ കഴിച്ചിട്ടില്ല. അല്ല കഴിച്ചോ? പുതിയ സാധനമാണല്ലോ. മിച്ചർ പോലെ ഇരിക്കുന്നല്ലേ? ആണോന്നില്ല. എന്തോടി അമ്പിളി? സ്മെല്ലൊന്നുമില്ലല്ലോ അമ്പിളി. എന്താ? അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എടി എന്താടി? അയ്യോ
സത്യം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അയ്യോ നമുക്ക് നാളെ ആശുപത്രി പോകണം. ഡോക്ടറെ കാണണം. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം. നമ്മൾ അച്ഛനും അമ്മയും പോവാ. എത്ര വർഷം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ. അതടി നീ അമ്മയായി, ഞാൻ അച്ഛൻ.